Hi friends, Assalamu alaikum. Bismi channel എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു പഴയകാല വിഭവമാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പഴുത്തിട്ട് തോല് കറുത്തിട്ടുള്ള പഴമാണെങ്കിലും നമുക്ക് ഈ റെസിപ്പിക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇങ്ങനെ ഒന്ന് ചെരിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. വട്ടത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ട്ടോ. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണിത്. ഇത് പണ്ടൊക്കെ ഇത് പ്രസവിച്ച് കിടക്കുന്നവർക്ക് എന്താ എപ്പോഴും പഴം വാട്ടി കൊടുക്കുമ്പോൾ ഒരു മടുപ്പുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്തും കൊടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഞാനിവിടെ 2 നേന്ത്രപ്പഴവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ഒന്ന് ചുവന്നിങ്ങനെ വരുന്ന സമയത്ത് ഇതേപോലെ കറുത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. കിസ്മിസ് ആണെങ്കിലും മതി. അതും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഈ നട്ട്സിനൊന്നും ഒരു അളവില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ ഉള്ളതിനനുസരിച്ച് നമുക്ക് എത്രയാണോ വേണ്ടത്, നമുക്കിങ്ങനെ ഇടയിൽ കടിക്കാൻ കിട്ടുമ്പം നല്ല ടേസ്റ്റാണ്. അതിനനുസരിച്ച് നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ആ നട്ട്സൊക്കെ വാട്ടിയെടുത്ത അതേ നെയ്യിലേക്ക് നമ്മൾ പഴം കൂടി ഇട്ടിട്ട് അതൊന്ന് വാട്ടിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പഴം വാട്ടിയെടുത്താൽ മതി. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് നെയ്യിൽ നിന്ന് കോരിയെടുക്കാം. ഇതേപോലെ നമുക്ക് മുഴുവനും പഴവും ഞാനിവിടെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു സോസ് പാനിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ 250 ml കപ്പിൽ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ ചെറിയൊരു കഷ്ണം ശർക്കര മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ആ മെൽറ്റ് ചെയ്ത ശർക്കര നമുക്ക് ഇതേപോലെ വേറൊരു പാനിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം. ശർക്കരയിൽ എന്തെങ്കിലും കരടോ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ അരിച്ചൊഴിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ 2 ഏലക്കായ ഒന്ന് ചതച്ചെടുത്തതാണ്. അതിൻ്റെ തോല് മാറ്റിയിട്ട് കുരു മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ 4 മണിക്ക് കൊടുക്കാനും നല്ലതാണ്. ഹെൽത്തിയാണ്. നമ്മൾ ഇതിലേക്ക് ശർക്കരയൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് നെയ്യും ഒന്നും നമ്മൾ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഇത് വാട്ടാനുള്ള നെയ്യ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കുറച്ച് വെച്ചിട്ട് ഇതേപോലെ പഴത്തിലേക്ക് ശർക്കരയൊക്കെ നന്നായി പിടിച്ചൊന്ന് വറ്റി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം തേങ്ങ ചേർത്താൽ മതി. തേങ്ങ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഇവിടെ കുട്ടികൾക്ക് തേങ്ങ ചേർക്കുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് തേങ്ങ ചേർത്തത്. നിങ്ങൾക്ക് തേങ്ങ വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. 250 ml കപ്പിൽ 1 കപ്പ് തേങ്ങാപ്പാലും പിന്നെ 1 സ്പൂണോളം വരുന്ന തേങ്ങാപ്പാലും കൂടി ഉണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊരു ഉപ്പുള്ള ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തോണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. 2-3 എണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. മുകളിൽ നിന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് അല്പം കുറച്ച് വെച്ചിട്ട് ഇതേപോലെ ഒരു തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.